ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് യേശു പറഞ്ഞു. അതെത്ര വേഗമാണ്, അതെത്ര പെട്ടെന്നാണ്, അത് നമ്മുടെ ജീവിതത്തിന് മുന്നിലെ യാഥാർത്ഥ്യമാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് യേശു ശിഷ്യന്മാരോട് സംസാരിക്കുന്ന സുവിശേഷ ഭാഗത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്. പ്രധാനമായും മതലോകത്തിലും രാഷ്ട്രീയ ലോകത്തിലും പ്രകൃതിയിലും സമൂഹത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് വലിയ അടയാളങ്ങളായി നമ്മൾ കണ്ടത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളായി മതലോകത്തും രാഷ്ട്രലോകത്തും പ്രകൃതിയിലും സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-38 വാക്യങ്ങൾ നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവും ആകും എന്ന് പറയുകയാണ്. എന്താണ് നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത? നോഹയുടെ കാലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രളയമുണ്ടാകുമെന്ന് ദൈവം നോഹയോട് പറഞ്ഞു. അതുകൊണ്ട് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു പെട്ടകമുണ്ടാക്കണം, എല്ലാവരും പെട്ടകത്തിനുള്ളിൽ കയറണം. 8 പേര് മാത്രമേ കയറിയുള്ളൂ. 120 വർഷം ആഹ്വാനം കൊടുത്തു ആളുകൾക്ക് ഈ പെട്ടകത്തിനുള്ളിൽ കയറാനായിട്ട്. പക്ഷെ ആരും കയറിയില്ല. മൃഗങ്ങൾ ചിലതൊക്കെ ഇരണ്ടായി പെട്ടകത്തിനുള്ളിൽ കയറി. അവസാനം വെള്ളപ്പൊക്കം വന്നപ്പം ആർക്കും അതിനകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കാരണം ദൈവം അതിൻ്റെ പ്രവേശന കവാടം അടച്ചു കളഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് വരും 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 എന്ന് നമ്മളെല്ലാവരും പറയും. പക്ഷേ വരും എന്നതിൻ്റെ യാഥാർത്ഥ്യം ആളുകൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ആളുകൾ അവരുടേതായ തിരക്കിൽ ലോകത്തിൽ കഴിയും. നോഹയുടെ കാലത്തും അപ്രകാരമാണ് സംഭവിച്ചത്. അതുകൊണ്ട് അവർ എങ്ങനെയാണ് നോഹയുടെ കാലം, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നോക്കാം. 2 തീമോഥെയോസ് 3-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു വിവരിക്കുന്നു, ജലപ്രളയത്തിന് മുൻപ് വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു. തിന്നുക, കുടിക്കുക, വിവാഹത്തിന് കൊടുക്കുക, വിവാഹം കഴിക്കുക. ഇത് ഇന്നത്തെ ലോകത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ സുഖലോലുപതയുടെ പാരമ്യമാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയുന്നത്. 2 തീമോഥെയോസ് 3-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള ഭാഗത്ത് അതിനെ കുറച്ചുകൂടെ വിശദീകരിക്കുന്നുണ്ട്. വിവാഹത്തിന് കൊടുക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യുക. തിന്നുക, കുടിക്കുക, വിവാഹം കഴിക്കുക, വിവാഹത്തിന് കൊടുക്കുക. അതിലെന്താ തെറ്റ് ചോദിക്കല്ലേ? സ്വാഭാവികമായ ഒരു കാര്യമാണ്. ദൈവമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ജനം തീറ്റയും കുടിയും അതിരുവിടുന്നു. മനുഷ്യർ കഴിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന് ആവശ്യമില്ലാത്തതിൽ കൂടുതൽ കലോറി, ഊർജങ്ങളും വൈറ്റമിനുകളും ഒക്കെ നമ്മൾ കൊടുക്കുക, അമിതമായി ശരീരത്തെ ഉത്തേജിപ്പിക്കുക, അമിതമായി ശരീരത്തെ കഠിനാധ്വാനം ചെയ്യിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആസ്വദിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാലം നൽകിയ അടയാളങ്ങൾ അന്ന് അവർ കണ്ടില്ലെന്ന് നടിച്ചു. നോഹയുടെ മുന്നറിയിപ്പുകൾ ആരും അംഗീകരിച്ചില്ല, ചെവിക്കൊണ്ടില്ല. സ്വന്തം ജീവിതത്തെ അവർ വിലമതിച്ചില്ല, ആത്മീയത അവരെ സ്വാധീനിച്ചില്ല. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. നമ്മൾ എത്രമാത്രം യേശുവിനെക്കുറിച്ചുള്ള വരവിൻ്റെ അടയാളങ്ങളും സന്ദേശങ്ങളും കേൾക്കുമ്പോഴും മനുഷ്യർ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. അതിലെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ്. അതുകൊണ്ട് യേശു പറയുന്നു, അവൻ നിങ്ങളെ കൈകളാൽ ചേർത്ത് തീർത്ത് ഒരു പുതിയ ഭാവി നിങ്ങൾക്ക് അവൻ ഉറപ്പ് നൽകുന്നു. നിങ്ങളുടെ തെറ്റുകൾ എത്ര അനവധിയായാലും കർത്താവായ യേശുക്രിസ്തു നമ്മളെ
അതിശക്തമായി പരിപാലിക്കും, സംരക്ഷിക്കും എന്നുള്ള വാക്ക് ദൈവം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ സ്വയം സമർപ്പിക്കണം. ഭൂമി ദൈവത്തിൻ്റെ മുൻപിൽ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ട് സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വിട്ട് അകന്നിരിക്കുന്നു. ഭൂമി വഷളായി, എല്ലാവരും ദൈവത്തിൻ്റെ വഴി വിട്ട് പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. നോക്കൂ, സാമൂഹ്യ ജീവിതത്തിൻ്റെ മൂല്യച്യുതി ഭയങ്കരമാണ്. ഇന്ന് ആളുകളെ കൊല്ലുന്നതൊരു പ്രശ്നമേ അല്ല. ആളുകൾക്ക് ഒരു ജന്തുവിനെ കൊല്ലുന്നത് പോലാണ് മനുഷ്യനെ കൊല്ലുന്നത്. ആർക്കും ഒരു വിഷമവുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, 10 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയെ സഹപാഠികൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നഞ്ചക്ക് കൊണ്ട് തലക്കടിച്ചു കൊന്നു. അവൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ വീഡിയോ ഇട്ടു. മനുഷ്യനെ കൊല്ലുന്ന വീഡിയോകൾ, അടിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, അത് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇടുന്ന കാലം. അതായത് പണ്ട് കോടതി പിടിക്കാതിരിക്കാനായിട്ട്, പോലീസ് പിടിക്കാതിരിക്കാൻ തെളിവുകൾ ഒളിച്ചു വെക്കുമായിരുന്നു. ഇന്ന് ആളുകൾ വന്ന് ഇടിച്ചു കൊല്ലുന്നതിൻ്റെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ്. കാരണം അവരെ സംബന്ധിച്ചോളം ഇത് പിടിച്ചാലും അവർക്കൊരു പ്രശ്നമില്ല എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലേ? ഒരാൾ കോടതി ശിക്ഷിച്ചു, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ജാമ്യത്തിലിറങ്ങിയിട്ട് വീട്ടിൽ വന്ന് പകയുള്ള മനുഷ്യരെ കൊന്നിട്ട് പോയി. ഒരു മകനാണെങ്കിൽ ഒരു വീട്ടിലെ സ്വന്തം അമ്മയെയും അവൻ്റെ കാമുകിയെയും അവരുടെ മാതാപിതാക്കളെ അടക്കം 5 പേരെ അടിച്ചു കൊന്നു. എന്താണ് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത്? ഇത് നിയന്ത്രണാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നു. ലഹരിയുടെ ഉപയോഗം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് യേശുവിൻ്റെ വരവിൻ്റെ അടയാളമാണ്, വേറെ ഒന്നുമല്ല. ഇത് ലോകത്തിൻ്റെ ക്രൂരത. പ്രതിവർഷം 4,75,000 കൊലകൾ നടക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുന്നത് 4,75,000 ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ അതായത് 4 കുട്ടികൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 1 കുട്ടി പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 3 സ്ത്രീകൾ എടുത്താൽ അതിൽ 1 സ്ത്രീ, ഒരു ദിവസത്തെ കണക്കാണ്, ലോകം മുഴുവൻ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 17 വൃദ്ധരെ എടുത്താൽ അതിൽ ഒരാൾ കൊല്ലപ്പെടുന്നു ഓരോ ദിവസവും. ലോകത്ത് നടക്കുന്ന മൊത്തം കണക്കാണ്. ഇത്ര മാത്രം ക്രമക്കേടുകളാണ് നടക്കുന്നത്. വിവാഹമോചനം ഇന്നൊരു പ്രശ്നമേ അല്ല. സ്വവർഗരീതി നിയമം മൂലം അംഗീകരിക്കപ്പെടുന്നു. പ്രകൃതി വിരുദ്ധ ലൈംഗികത ആസ്വദിക്കപ്പെടുന്നു. ലൈംഗികതയെ അതിശക്തമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു വാണിജ്യ രീതി. എന്താണ്? വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിനെടുത്തും തിന്നും കുടിച്ചും ആനന്ദിച്ചും ജീവിക്കുന്ന കാലം. ഇത് ലോകത്തിൻ്റെ വഷളത്വം ആണെന്ന് നമ്മൾ പറഞ്ഞാലും വേദപുസ്തകപ്രകാരം നോക്കിയാൽ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ അടയാളമാണ്. യേശു വരാൻ സമയമായെന്ന് നമ്മളെ സൂചിപ്പിക്കുന്ന ചൂണ്ടുപലകകളാണ്. അതാണ് യേശു പറഞ്ഞത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കൂ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവീൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങൾക്ക് നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. വെളിപ്പാട് 18:7 പറയുന്നത്, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്നാണ് പറയുന്നത്. ഇന്ന് ലോകത്തിൻ്റെ ജനസംഖ്യയുടെ 25%
അതിഭയങ്കരമായ ധനാഢ്യരാണ്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും, നിങ്ങൾ കരഞ്ഞ് മുറയിടുവീൻ, നിങ്ങളുടെ ധനം ദ്രവിച്ചു പോകും, നിങ്ങളുടെ വില കൂടിയ ഉടുപ്പുകൾ പുഴുവരിച്ചു പോകും. വലിയ വലിയ സമ്പത്ത് ഘടനയുള്ള കമ്പനികളൊക്കെ നിമിഷങ്ങൾ കൊണ്ടാണ് തകർന്നു വീഴുന്നത്. ഇന്ത്യയിലാണെങ്കിൽ സത്യം എന്ന് പറയുന്ന വലിയൊരു IT കമ്പനി ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അത് നഷ്ടപ്പെട്ടു പോയി. നോക്കൂ, വലിയ വലിയ പണക്കാരായ മനുഷ്യർ അവർ ആത്മഹത്യ ചെയ്യുന്നു. പണത്തിൻ്റെ കുറവുണ്ടായിട്ടാണോ? സുഖലോലുപതയുടെ കുറവുണ്ടായിട്ടാണോ? എന്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്? കാരണം ലോകത്തിന് അങ്ങനെയാണ്. ഇന്നിപ്പോൾ സമ്പദ് വ്യവസ്ഥയെല്ലാം ഓഹരി വിപണിയിലൂടെയാണ് നടക്കുന്നത്. ഓഹരി വിപണിയിലെ തടർച്ച കൊണ്ട് 1 മണിക്കൂറിനുള്ളിൽ സമ്പത്തുകൾ നഷ്ടപ്പെടുന്നതായിട്ടുള്ള മനുഷ്യരെ കണ്ടു. കുടുംബമായ ആത്മഹത്യ ചെയ്യുന്നവർ, സാമ്പത്തികമായ മാന്യമായിട്ടുള്ളവർ. ഇന്ത്യയിൽ തന്നെ പല പ്രമുഖ ധനാഢ്യരായ ബിസിനസ്സുകാരും രാജ്യം വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്, നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാമൂഹ്യ മാറ്റം സംഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അത് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ അടയാളമാണ്. യുദ്ധങ്ങൾ ഒരുപാട് പേരെ അഭയാർത്ഥികളാക്കി, ഓഹരി വിപണികൾ ഇടിഞ്ഞു, പ്രകൃതി ദുരന്തങ്ങൾ പട്ടിണി ഉണ്ടാക്കി, വ്യാപാരങ്ങൾ നഷ്ടപ്പെട്ടു, ദശലക്ഷക്കണക്കിന് ആളുകൾ ഒന്നുമില്ലാതെ ജീവിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. ഇന്നലെ വരെ സന്തോഷത്തോടെ ശമ്പളം കിട്ടിയിരുന്ന ആളുകൾ ഇന്ന് ശമ്പളമില്ലാത്തവരായിരുന്നു. എനിക്ക് തോന്നുന്നു ഗൂഗിൾ പോലെയുള്ള വലിയ കമ്പനികൾ അതിൻ്റെ 1% ജോലിക്കാരെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നു, സാമ്പത്തിക മാന്ദ്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട്. പ്രിയമുള്ള സ്നേഹിത, യേശു വരാൻ സമയമായിരിക്കുന്നു. അവൻ്റെ പ്രവചനങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ നിറവേറുകയാണ്. ഈ അടയാളങ്ങൾ കാണുമ്പോൾ നാം ഓർക്കണം, ഇത് യേശുവിൻ്റെ വരവിൻ്റെ അടയാളമാണ്. നമ്മൾ കണ്ടു, വ്യാജ ക്രിസ്തുക്കളും വ്യാജ പ്രവാചകന്മാരും വരും. യേശുക്രിസ്തു ആണ് എന്ന പേരിൽ വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. രണ്ടാമതായി നമ്മൾ കണ്ടു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകും. 3 സമാധാനത്തിനുള്ള സമാധാനം എന്ന് പറയുമ്പോൾ സമാധാനം ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ലോകത്തിനുണ്ടാകും. 4 ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. മഹാവ്യാധികളുണ്ടാകും, പകർച്ചവ്യാധികളുണ്ടാകും, ഭൂകമ്പങ്ങളുണ്ടാകും, ലൈംഗികമായ അസാൻമാർഗികത ഉണ്ടാകും, ശിഥിലമാക്കുന്ന കുടുംബ ബന്ധങ്ങളുണ്ടാകും. അപ്പൻ മക്കളെ കൊല്ലുന്നു, മക്കൾ അപ്പനെ കൊല്ലുന്നു, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്, വിവാഹേതര ബന്ധങ്ങൾ സർവ്വസാധാരണമാകുന്നു. സ്വന്തം മക്കൾ അച്ഛനമ്മമാരെ കൊല്ലുന്നു. അക്രമങ്ങൾ കൊണ്ട് നിറയുന്ന നാട്, സാമ്പത്തികമായ അനിശ്ചിതത്വങ്ങൾ ലോകത്തുണ്ടാകുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഓർക്കണം, യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന്. ഇതൊന്നും കാലത്തിൻ്റെ സ്വാഭാവികമായ പരിണാമമല്ല. യേശു വേഗം വരുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അടയാളങ്ങളാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ ബാക്കി നിറവേറാനുണ്ട്. യേശു പറഞ്ഞ ഈ പ്രവചനങ്ങളിലെല്ലാം ഇനി ഒന്നുകൂടി നിറവേറാൻ ബാക്കിയുണ്ട്. സംശയത്തിൻ്റെ നിഴലുപോലും ശേഷിപ്പിക്കാതെ നമ്മൾ ലോക ചരിത്രത്തിൻ്റെ അവസാനത്തിലാണെന്ന് തെളിയിക്കാൻ മതിയായ ഒരു തെളിവ് കൂടെ ബാക്കിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. മത്തായിയുടെ സുവിശേഷം 24-14 ഇങ്ങനെ പറയുന്നു: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകമൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലെല്ലാം പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. വെളിപ്പാട് പുസ്തകം 14-6 ഇത് തുറന്നു പറയുകയാണ്: വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. സകല
ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ആകാശവും ഭൂമിയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിപ്പീൻ. സകല ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും ജാതികളോടും അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു. സകല ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും ജാതികളോടും അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു. ഇതാണ് യേശുവിൻ്റെ വരവിൻ്റെ സദ്വർത്തമാനം. ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഇത് വളരെ പെട്ടെന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് മറ്റൊരു കാലത്തും ഇല്ലാത്ത വിധം റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയും ദൈവത്തിൻ്റെ സന്ദേശം ജനങ്ങളുടെ മുന്നിലേക്ക് പകരപ്പെടുകയാണ്. ഇന്ന് ആളുകളുടെ മൊബൈൽ ഫോണിലേക്ക് എത്തുന്ന ഒരു സന്ദേശവും ആരും കണ്ടില്ലെന്ന് പറയാൻ കഴിയില്ല. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുവിശേഷം ഓരോ മനുഷ്യൻ്റെയും അടുത്തേക്ക് എത്തിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതിയോടും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. എല്ലാ മനുഷ്യരും അത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആ ശ്രമം ദൈവത്തിൻ്റെ ശക്തിയാൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. TV ചാനലുകളിലൂടെ, മാധ്യമങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ട് മാറി വരുന്ന അനേകായിരങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഇതൊരു വ്യർത്ഥമായ കഥയല്ല, ഇതൊരു കെട്ട് കഥയല്ല. ഇത് നമ്മുടെ കൺമുന്നിലെ യാഥാർത്ഥ്യമാണ്. ഈ പറഞ്ഞ സംഭവങ്ങൾ ഓരോന്നും വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശുക്രിസ്തുവിൻ്റെ മറുപടിയായി യേശു പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിറവേറ്റപ്പെടുകയാണ്. അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മൾ തയ്യാറുള്ളവരാണോ? അവൻ്റെ വരവിന് തടസ്സമായിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ നമ്മൾ എവിടെയായിരിക്കും? നിങ്ങൾ അവനെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ കാണപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യേശുവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ ഓരോന്നായി നമ്മൾ കണ്ടു. അവൻ്റെ വരവ് ഏറ്റവും വേഗതയിലുള്ളതായിരിക്കും. അവൻ്റെ വരവ് ഏറ്റവും യാഥാർത്ഥ്യമുള്ളതായിരിക്കും. അവൻ്റെ വരവ് എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നതായിരിക്കും. അവൻ്റെ വരവ് എല്ലാവർക്കും കാണാൻ കഴിയുന്നതായിരിക്കും. അത് സാർവലൗകികമായ ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയ സ്നേഹിത, യേശുവിൻ്റെ വരവിനെ നിങ്ങൾ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ഇത് ഒരു കഥയായിട്ടോ അല്ലെങ്കിൽ ഇതൊരു ഒരു 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 എന്താണ് പറയുന്നത്, സാങ്കല്പിക കഥയായിട്ടോ ആണോ നിങ്ങൾ ചിന്തിക്കുന്നത്? പക്ഷെ ബൈബിൾ പറയുന്ന മുൻകൂട്ടി പറയുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിലെ യാഥാർത്ഥ്യമാണെന്ന് ഈ സന്ദേശം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വേദപുസ്തകം പറയാത്ത ഒരു കാര്യവും നമ്മുടെ മുന്നിൽ നടക്കുന്നില്ല. യേശുവിൻ്റെ വരവിന് തൊട്ട് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വേദപുസ്തകം എണ്ണി പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മളുടെ കൺമുന്നിൽ നടക്കുകയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ വേദപുസ്തക പരാമർശങ്ങളെ നമുക്ക് തന്നെത്താനെ പരിശോധിക്കാം. അതുമല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ഇടപഴകാൻ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തുവിന് നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം വെളിപ്പെടുത്തുവാനുണ്ട്. അവൻ ഇതാ വേഗം വരുന്നു. അവൻ്റെ വരവ് നമ്മൾ ഇതുവരെ പറഞ്ഞതിനേക്കാൾ വളരെ അടുത്താണ് എന്ന് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒരുപക്ഷെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഈ വാക്കുകൾ പറയുമ്പോൾ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയിട്ടില്ല. എന്നാൽ ഇന്ന് ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയിട്ട് വർഷങ്ങൾ 2000-ൽ പരം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അന്നത്തേക്കാൾ കൂടുതൽ ഈ വാക്യങ്ങൾ യാഥാർത്ഥ്യങ്ങളായി നമ്മുടെ ജീവിതത്തിന് മുന്നിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും
യേശുവിൻ്റെ വാക്ക് എത്രമാത്രം യാഥാർത്ഥ്യമായിരുന്നു. അത് ഇന്ന് നടക്കുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അംഗീകരിക്കുവാൻ മടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അത് യേശുവിൻ്റെ വാഗ്ദത്തമാണ്, അത് യേശുവിൻ്റെ ഉറപ്പാണ്, അത് യേശുവിൻ്റെ ധൈര്യമാണ്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കി പാർക്കേണ്ടുന്നത്. ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഭയാശങ്കയാണ്, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഭയാശങ്കകളൊന്നും നമ്മളെ ബാധിക്കേണ്ടതില്ല. കാരണം ഈ ഭയാശങ്കകൾ കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിശ്ചിതത്വത്തിൻ്റെ മുമ്പിൽ സ്റ്റക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേദപുസ്തകം നമുക്ക് ഈ ഇൻഫോർമേഷൻസ് പറഞ്ഞു നൽകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ വേദപുസ്തകത്തെ ഒരു മിത്തായി കാണാതെ, ഒരു കെട്ടുകഥയായി കാണാതെ, ഒരു മതത്തിൻ്റെ വിശ്വാസ സംഹിതയായി കാണാതെ, ഒരു യാഥാർത്ഥ്യമായി അതിനെ പരിശോധിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തും. നിങ്ങൾ കേട്ടിട്ടുള്ളതിലും കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും കൃത്യമായ കാര്യങ്ങൾ, ശാസ്ത്രീയമായ കാര്യങ്ങൾ, യാഥാർത്ഥ്യമായ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിറവേറ്റപ്പെട്ട കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ കഴിയും. അവൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ആ വരവിൽ അവനെ കാണുവാൻ, അവനോടുകൂടെ ചേർക്കപ്പെടുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കാം. അവൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ ഓരോന്നോരോന്നായി നിറവേറ്റപ്പെടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ യേശുവിനോട് അടുത്ത് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നായി മാറട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തായിരിക്കുമെന്ന് അങ്ങയുടെ ശിഷ്യന്മാർ ചോദിച്ചതുപോലെ കർത്താവേ, ഞങ്ങളുടെ മനസ്സുകളിലേക്ക് അങ്ങയുടെ വേദപുസ്തക യാഥാർത്ഥ്യങ്ങൾ ഒരു യാഥാർത്ഥ്യമാക്കി നിർത്തണമേ. അപ്പോൾ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നവരായിത്തീരുമല്ലോ. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം സാധാരണ പോലെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആകാതിരിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റണമേ. ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഞങ്ങൾക്ക് നന്മ നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.